പണ്ടൊക്കെ പ്രേമിക്കുമ്പോഴത്തേക്കേ ആൾക്കാർ ഭയങ്കര സെലക്റ്റീവ് ആയിരുന്നു. അവിടെ നിറം ഭയങ്കര ഫാക്ടറാണ്. വെളുത്ത പെൺകുട്ടിയെ പ്രേമിക്കുക അതിപ്പോഴും ഉണ്ട് ചേട്ടാ. ഞാൻ കാര്യം പറയില്ല, എനിക്കറിയില്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വെളുത്ത പെൺകുട്ടി ആയാൽ മാത്രമേ അവനക്ക് പറ്റുള്ളൂ. അവന്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്നില്ല. മോർണിംഗ് സൈറ്റിൽ തന്നെ അതിനായിട്ടൊരു കോളുണ്ട്, ഫെയർ ലൈറ്റ്. ആരാണ് ഇങ്ങനെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. സ്കിൻ ടോൺ പറഞ്ഞിട്ടുള്ളൊരു ചേട്ടാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയാം കളറിലല്ല കാര്യം എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എന്തിനാണ് ഇവര് കളറിലാണോ കാര്യം ചേട്ടാ? കളറിലാണോ? ഒരിക്കലല്ല. റിലേഷൻഷിപ്പിൽ, ലോങ് ടേം റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ അങ്ങനത്തെ കളർ ഒരു ഫാക്ടർ. എന്താ ആ കാലൊക്കെ മാറിക്കഴിഞ്ഞു. അത് മനസ്സിലാക്കാൻ ആൾക്കാർക്ക് കുറച്ച് ടൈം എടുക്കണ്ടെന്നുള്ളൂ. അല്ല, ഇപ്പം ഭയങ്കരമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ആൾക്കാർ ഈ പറയുന്ന സ്കിൻ ടോൺ നോക്കിയിട്ടൊന്നും അല്ല പയ്യന്മാരും പെൺകുട്ടികളും പ്രേമിക്കുക. പിന്നെ ഈ കണ്ട പോണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അതാണ് ഇതേപോലത്തെ ഒരു പെൺകുട്ടിയൊക്കെ വേണം, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം തോന്നുന്നു. അത് തോന്നുന്നു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് പിന്നെ ഇഷ്ടം പോലെ അങ്ങനെയൊക്കെ വന്നുകാണ്ട് ഒന്നും അറിയാത്ത പെൺകുട്ടികളും കല്യാണം കഴിച്ചിക്കാണ്ട് ഈ പോലെ വെളുപ്പില്ല, ഈ അങ്ങനെയാണ് മറ്റേ കറുത്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പെൺകുട്ടി പോയിട്ട് എന്താ വിചാരിക്കുക? ഇത് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ന്യൂസായി. ഇങ്ങനത്തെ എത്ര ഇൻസിഡൻസ് നടക്കും. ഇപ്പൊ എനിക്കറിയാവുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇതുപോലെ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു കുട്ടിയായിട്ട്. അപ്പോ അവൻ അഡ്വൈസ് എടുത്തത് അവന്റെ വേറൊരു സർക്കിളിൽ നിന്നാണ്. പക്ഷെ എന്നിട്ട് അവർ ബ്രേക്കപ്പ് ആയതിനൊരു റീസൺ ഉണ്ട്. എനിക്ക് തോന്നിയിരുന്നു അവൻ നമ്മളെ സർക്കിളിൽ ഇത് സംസാരിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെ ആവില്ലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്.